ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ഡിസംബർ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ റിവേഴ്സ് ഓർഡറിലായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത്. ഇപ്പോൾ ഡിസംബർ 2023, പിന്നെ നവംബർ 2023, അങ്ങനെ റിവേഴ്സ് ഓർഡറിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ. ആദ്യത്തെ പോയിന്റ്, 33ാമത്തെ വ്യാസ സമ്മാൻ പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഹിന്ദി സാഹിത്യകാരി ആരാണ്? 33ാമത്തെ വ്യാസ സമ്മാൻ പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഹിന്ദി സാഹിത്യകാരിയാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? അത് പുഷ്പ ഭാരതിയാണ് കേട്ടോ. ആരാണ്? പുഷ്പ ഭാരതിയാണ്. ഓക്കെ, പുഷ്പ ഭാരതിയുടെ 2016 ഓർമ്മക്കുറിപ്പ് ആയ യാദീൻ യാദീൻ ഓർ യാദീൻ എന്ന കൃതിക്കാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ 33ാമത്തെ എന്ന് പറഞ്ഞാല് 2023 വ്യാസസമ്മാൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പുഷ്പ ഭാരതിയാണ് കേട്ടോ. ഹിന്ദി സാഹിത്യകാരിയായിട്ടുള്ള പുഷ്പ ഭാരതിക്കാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. അതായത് ഈ വ്യാസം കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ പുഷ്പം പോലെ നമ്മൾ കണ്ടുപിടിക്കുന്നൊക്കെ ഓർക്കാം അല്ലെ. വ്യാസമ്മാൻ, അപ്പൊ വ്യാസം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ പുഷ്പം പോലെ കണ്ടുപിടിക്കുന്ന ഓർക്കാം കേട്ടോ. അപ്പൊ പുഷ്പ ഭാരതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി 2022 ആർക്കാ കിട്ടിയിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, പറയാവോ? 2022 കിട്ടിയിട്ടുള്ളത് ഗ്യാൻ ചതുർവേദി അല്ലെ. ഗ്യാൻ ചതുർവേദി എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള വൈദ്യുത സൗരോർജ ബോട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബറാക്കുഡയാണ് കേട്ടോ. ഏതാണ്? ബറാക്കുഡ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള വൈദ്യുത സൗരോർജ ബോട്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബറാക്കുഡ. കൊച്ചി ആസ്ഥാനമായിട്ടുള്ള മെറൈൻ ടെക് കമ്പനി നവാൾട്ട് ആണ് ബോട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള വൈദ്യുത സൗരോർജ ബോട്ട് ഏതാണ്? ബറാക്കുഡ. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, സൗരോർജ ബോട്ടാണ് അല്ലെ. അപ്പൊ ആ ബോട്ടിലൊക്കെ കയറുമ്പോൾ നമ്മളൊരു കുടയൊക്കെ പിടിച്ച് പോകണമെന്ന് ഓർക്കുക കേട്ടോ. വെയിലൊക്കെ ഉള്ളതുകൊണ്ട് സൗരോർജ ബോട്ടാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. ബറാക്കുഡയാണ്. ഇനി അടുത്ത പോയിന്റ്, 2023 ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്രിക്കറ്റ് ആയിട്ടാണ് കേട്ടോ. 2023 ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ അത് ക്രിക്കറ്റ് ആണ്. അപ്പൊ 2023 വ്യാസമ്മാൻ കിട്ടിയിട്ടുള്ളവർക്കാണ് അത് ഹിന്ദി സാഹിത്യകാരിയായിട്ടുള്ള പുഷ്പ ഭാരതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള വൈദ്യുത സൗരോർജ ബോട്ട് ബറാക്കുഡ. പിന്നെ സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ് ആണ്. കാംബ്രിഡ്ജ് ഡിക്ഷണറി 2023 വാക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹാലുസിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ് കേട്ടോ. നമ്മൾ ഹാലുസിനേഷൻ എന്നൊക്കെ പറയില്ല, അതേപോലെ ഹാലുസിനേറ്റ് ആണ് കാംബ്രിഡ്ജ് ഡിക്ഷണറി 2023 വാക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഓർക്കുക, അപ്പൊ പല ഡിക്ഷണറി ഉണ്ട് അല്ലെ. ഓക്സ്ഫോർഡ് ഉണ്ട്, അപ്പൊ കാംബ്രിഡ്ജിന്റെ ആണ് ഹാലുസിനേറ്റ്. അപ്പൊ ക്യാമ്പിനൊക്കെ പോകുന്നത് നമ്മളൊന്ന് ഹാലുസിനേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഓക്കെ, സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതി ഏതാണ്? ഇ ഹെൽത്ത് പദ്ധതിയാണ് കേട്ടോ. ഇ ഹെൽത്ത് പദ്ധതി. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ആണ്. നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ചോദിക്കുകയാണെങ്കിൽ അത് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ചോദിക്കുകയാണെങ്കിൽ അത് ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആണ്. മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്. അപ്പൊ ജസ്റ്റ് ഓർക്കുക, സിയാച്ചിൻ അല്ലെ, ചിന്നും കൗളും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർക്കുക അല്ലെ. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ. അപ്പൊ ചിന്നും കൗളും എന്നൊക്കെ ഓർക്കുക, മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ, മറക്കണ്ട. അടുത്ത പോയിന്റ് നോക്കാം. 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ഏതാണ്? അത് ഇരുമ്പഴിക്കുള്ളിൽ. അതിന്റെ രചയിതാവ് വി എ കേശവൻ നായരാണ് കേട്ടോ. ആരാണ് അതിന്റെ രചയിതാവ്? വി എ കേശവൻ നായർ. 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് കേട്ടോ. കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം ഏതാണ്? ഇരുമ്പഴിക്കുള്ളിൽ. അതിന്റെ രചയിതാവ് വി എ കേശവൻ നായരാണ്. 2024 ജാനുവരി രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം അത് കേരളമാണ്. 2024 ജാനുവരി രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളമാണ് കേട്ടോ. ഇനി 2023 ഡിസംബറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിക്കണം കേട്ടോ. 2023 ഡിസംബറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരൊക്കെയാണ്?
ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ആണ്. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? വിഷ്ണുദേവ് സായ്. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ് ആണ്. ജസ്റ്റ് ഓർക്കാം, പല ആൾക്കാരുടെ മോഹങ്ങളൊക്കെ തെറ്റിപ്പോകുമ്പോഴായിരിക്കും ചിലവരൊക്കെ മദ്യം കുടിക്കുക അല്ലെ. അപ്പൊ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ചോദിക്കുകയാണെങ്കിൽ അത് മോഹൻ യാദവ്. ആരാണ്? മോഹൻ യാദവ്. രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ആരാണ്? ഭജൻലാൽ ശർമ്മ. അപ്പൊ രാജാവ് ഭടൻ എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ഭടൻ, അതേപോലെ തന്നെ ഭജൻ ഓർക്കുക കേട്ടോ. രാജസ്ഥാൻ മുഖ്യമന്ത്രി ആരാണ്? ഭജൻലാൽ ശർമ്മ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ഓക്കെ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. അപ്പൊ ആനപ്പുറത്തൊക്കെ കയറാൻ റെഡി ആണെന്നൊക്കെ വെറുതെ ഓർക്കുക കേട്ടോ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമയാണ്. ആരാണ്? മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ. മിസോറാം എന്ന് പറയുമ്പോൾ മിസ്സിനെ ഓർക്കുക. മിസ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ചില പടി കിട്ടിക്കഴിഞ്ഞാൽ കൈയൊക്കെ ലാലാവും അല്ലെ, റെഡ് കളർ ആവും എന്നൊക്കെ ഓർക്കുക. അപ്പൊ മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ. ഓക്കെ. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ആണ്. മധ്യപ്രദേശ് മോഹൻ യാദവ്. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ. കടൽ തീരത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? കടലുണ്ടിയാണ് കേട്ടോ. കടൽ തീരത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അത് കടലുണ്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പോയിന്റ്സുകൾ വേഗം സ്പീഡിൽ നോക്കാം. എന്തൊക്കെയാ പഠിച്ചേ? 33ാമത്തെ വ്യാസമൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? പുഷ്പഭാരതി. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള വൈദ്യുത സൗരോർജ്ജ ബോട്ട് ബറാക്കുളു. പിന്നെ 2023 ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായികവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. കാംബ്രിഡ്ജ് ഡിക്ഷണറിയിലെ വാക്ക് 2023 വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഹാലുസിനേറ്റ് ആണ്. പിന്നെ ഇ ഹെൽത്ത് പറഞ്ഞു അല്ലെ. എന്താ? സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇ ഹെൽത്ത്. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ആണ്. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്. അതേപോലെ തന്നെ കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ഇരുമ്പഴിക്കുള്ളിൽ, അതിന്റെ രചയിതാവ് VA കേശവൻ നായർ. 2024 ജാനുവരി രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതേപോലെ തന്നെ പുതിയ മുഖ്യമന്ത്രിമാർ നമ്മൾ പറഞ്ഞു അല്ലെ. ഛത്തീസ്ഗഡിന്റെ വിഷ്ണുദേവ് സായ്, മധ്യപ്രദേശിലെ മോഹൻ യാദവ്, രാജസ്ഥാൻ ഭജൻലാൽ, തെലങ്കാന രേവന്ത് റെഡ്ഡി, മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ. കടൽ തീരത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് അത് കടലുണ്ടി. ഇത്രയും സെറ്റ് ആണല്ലോ. എല്ലാവർക്കും ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ കേട്ടോ. ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. ഇപ്പൊ മൃഗങ്ങളുടെ ഒക്കെ വൈറ്റിൽ സ്കാൻ ചെയ്ത് ക്രമക്കേടുകളൊക്കെ കണ്ടെത്തി എന്നുള്ള രീതിയിലൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം. കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായിട്ട് വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. അപ്പൊ ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം കേട്ടോ, ഓർത്തു വെച്ചേക്കണം. ഇനി പ്രസിദ്ധ കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഓക്കെ, കൽക്കട്ട രാജ്ഭവനിലാണ് സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പൊ പ്രസിദ്ധ കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് പശ്ചിമ ബംഗാളാണ് കേട്ടോ. പശ്ചിമ ബംഗാൾ. 2023 ദേശീയ ഊർജ്ജ കാര്യക്ഷമത പുരസ്കാരം നേടിയിട്ടുള്ളത് കേരളമാണ്. 2023 ദേശീയ ഊർജ്ജ കാര്യക്ഷമത പുരസ്കാരം നേടിയിട്ടുള്ളത് കേരളമാണ് കേട്ടോ. USA, ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ, ഫ്രാൻസ് അടക്കം 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഡൽഹിയാണ് കേട്ടോ. ഡൽഹിയാണ്, മറക്കണ്ട. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന എവിടെയാണ്? ഡൽഹി എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി നോക്കാം, പ്രഥമ ഖേലോ ഇന്ത്യ പാര ഗെയിംസിന്റെ വേദി എവിടെയാ? അത് ന്യൂഡൽഹിയിലാണ്. അപ്പൊ ഈ 2 പോയിന്റ് ഒന്ന് ഒരുമിച്ച് പഠിച്ചു വെച്ചേക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഡൽഹി. അതുപോലെ തന്നെ പ്രഥമ ഖേലോ ഇന്ത്യ പാര ഗെയിംസിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ അതും ന്യൂഡൽഹിയാണ് കേട്ടോ. ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായിട്ട് നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന് നിയന്ത്രണത്തിനായിട്ട് നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ ഓർത്തു വെച്ചേക്കാം. ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായിട്ട് നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ.
നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി കേട്ടോ. നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി. ഏതാണ് ഉറവ തേടി? അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ള അഗ്നിപർവ്വതം ഇബു ആണ് കേട്ടോ. അടുത്തിടെ ഇന്തോനേഷ്യയിലാണ്. അപ്പൊ ഈ വെച്ചിട്ട് തന്നെ ഇബു എന്ന് ഓർക്കുക. അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ള അഗ്നിപർവ്വതം ചോദിക്കുകയാണെങ്കിൽ അത് ഇബു ആണ്. അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം പോയിന്റുകൾ. എന്തൊക്കെയാ നമ്മൾ നോക്കിയേ? നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ പറഞ്ഞു അല്ലെ. അത് കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായിട്ട് വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. പിന്നെ സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. 2023 ദേശീയ ഊർജ്ജ കാര്യക്ഷമത പുരസ്കാരം നേടിയിട്ടുള്ളത് കേരളമാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാവുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡൽഹി. അതേപോലെ തന്നെ ഡൽഹിനെ ബേസ് ചെയ്തിട്ടുള്ള വേറൊരു പോയിന്റ് ആയിരുന്നു പ്രഥമ ഖേലോ ഇന്ത്യ പാര ഗെയിംസിന്റെ വേദി, അത് ന്യൂഡൽഹിയാണ്. ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായിട്ട് നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ് കേട്ടോ. യൂറോപ്യൻ യൂണിയൻ. നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി. അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ള അഗ്നിപർവ്വതം അത് ഇബു ആണ് കേട്ടോ. ഇബു ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യ വിയറ്റ്നാം ചേർന്നുള്ള സൈനിക അഭ്യാസം വിൻബാക്സ് 2023 വേദിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഹനോയ് ആണ് കേട്ടോ. അപ്പൊ വിൻബാക്സ് എന്ന് പറയുമ്പോൾ നോക്കിയേ, അതിനകത്ത് വി ഉണ്ട് അല്ലെ. അപ്പൊ വിയറ്റ്നാം ഉണ്ട്, പിന്നെ IN ഇന്ത്യ ഉണ്ട്. അപ്പൊ അത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യയും വിയറ്റ്നാമും ചേർന്നുള്ള സൈനിക അഭ്യാസമാണ് വിൻബാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ 2023 വേദി ചോദിക്കുകയാണെങ്കിൽ അത് വിയറ്റ്നാമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഹനോയിലാണ് കേട്ടോ. വിയറ്റ്നാമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഹനോയിലാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച രാജ്യത്തെ 114 റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലുള്ള സംസ്ഥാനം അത് നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പൊ സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള രാജ്യത്തെ 114 റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളമാണ്. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദി വരുന്നത് തിരുവനന്തപുരത്താണ്. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. അപ്പൊ ജസ്റ്റ് ഓർക്കുക, നമ്മുടെ GV രാജ സ്പോർട്സ് സെന്ററും സ്കൂളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുമായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം. 17ാമത്തെ ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് 2023 അർഹനായിട്ടുള്ളത് NK പ്രേമചന്ദ്രനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് 3ാം തവണയാണ് കിട്ടിയിട്ടുള്ളത്. 17ാമത്തെ ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? NK പ്രേമചന്ദ്രൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിരുന്നതാണ് അല്ലെ. അപ്പൊ സൻസദ് മഹാരത്ന അവാർഡ് 2023 അർഹനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ NK പ്രേമചന്ദ്രൻ. അടുത്ത പോയിന്റ്, 2023 ഡിസംബറിൽ അന്തരിച്ചിട്ടുള്ള CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ കാനം രാജേന്ദ്രൻ. 2023 ഡിസംബറിൽ അന്തരിച്ചിട്ടുള്ള CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ആരാണ്? കാനം രാജേന്ദ്രനാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള സമന്വയക്ക് തുടക്കം കുറിച്ചിട്ടുള്ള സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കേട്ടോ. അപ്പോ സമന്വയ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് കേട്ടോ. തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയം എന്ന് പറയുന്നത്. ആ സമന്വയക്ക് തുടക്കം കുറിച്ചിട്ടുള്ള സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. മികച്ച സ്പോർട്സ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ജയ് ഷായ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. മികച്ച സ്പോർട്സ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ജയ് ഷായ്ക്കാണ്. ഓക്കെ, അപ്പൊ സ്പോർട്സ് ലീഡർ എന്നൊക്കെ പറയുമ്പോൾ സ്പോർട്സിലൊക്കെ ജയിച്ചു വരണം. അപ്പൊ ജയ് ഷാ ഓർത്ത് വെച്ചേക്കാം. മികച്ച സ്പോർട്സ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ജയ് ഷായ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത പോയിന്റ്, PV സ്വാമിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാള സിനിമാ താരം അത് മോഹൻലാലാണ്. PV സ്വാമിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ കൾച്ചറൽ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാള സിനിമാ താരം മോഹൻലാൽ. 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ചിട്ടുള്ള ചലച്ചിത്ര നടൻ കബീർ ബേദി. പഠിച്ചു വെച്ചേക്കുക. 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ചിട്ടുള്ള ചലച്ചിത്ര നടൻ ആരാണ്? കബീർ ബേദി. 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ചിട്ടുള്ള ചലച്ചിത്ര നടൻ ആരാണ്? കബീർ ബേദി.
അടുത്ത പോയിന്റ് 28ാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം IFFK കേട്ടോ. അതിലെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവായിട്ടുള്ള കെനിയൻ സംവിധായകൻ ചോദിക്കുകയാണെങ്കിൽ അത് വനൂരി കഹിയു ആണ് കേട്ടോ. ആരാണ്? വനൂരി കഹിയു ആണ്. അപ്പൊ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, സ്പിരിറ്റ് ഓഫ് സിനിമയല്ല, അപ്പൊ വൻ സ്പിരിറ്റ് ആണെന്നൊക്കെ ഓർക്കുക കേട്ടോ. വൻ സ്പിരിറ്റ് ആണെന്ന് ഓർക്കുക. അപ്പൊ വനൂരി കഹിയു ആണ് 28ാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം IFFK സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവായിട്ടുള്ള കെനിയൻ സംവിധായകൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വനൂരി കഹിയു. അപ്പൊ നമുക്ക് പോയിന്റ്സുകൾ ഒന്നും കൂടെ വേഗം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ ഇന്ത്യയും വിയറ്റ്നാമും ചേർന്നുള്ള സൈനിക അഭ്യാസം വിൻബാക്സ് പറഞ്ഞു അല്ലെ. അതിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് ഹനോയിലാണ്. സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള രാജ്യത്തെ 114 റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലുള്ള സംസ്ഥാനം നമ്മുടെ കേരളം. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്ന എവിടെയാ? തിരുവനന്തപുരത്താണ്. പിന്നെ നമ്മൾ പറഞ്ഞു 17ാമത്തെ ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് 2023 അർഹനായിട്ടുള്ളത് NK പ്രേമചന്ദ്രൻ. 2023 ഡിസംബറിൽ അന്തരിച്ചിട്ടുള്ള CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ കാനം രാജേന്ദ്രൻ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള സമന്വയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ള സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. മികച്ച സ്പോർട്സ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ജയ് ഷായ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ PV സ്വാമിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാള സിനിമാ താരം മോഹൻലാലാണ്. 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ചിട്ടുള്ള ചലച്ചിത്ര നടൻ കബീർ ബേദി. പിന്നെ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് 28ാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവായിട്ടുള്ള കെനിയൻ സംവിധായകനാണ് വനൂരി കഹിയു. ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? M ശ്രീശങ്കറിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും M ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ് അല്ലെ. അപ്പൊ ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ്? M ശ്രീശങ്കറിനാണ്. അടുത്ത പോയിന്റ്, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3ാമത്തെ ഇന്ത്യൻ വനിതയായിട്ട് മാറിയിട്ടുള്ളത് R വൈശാലി. ഓക്കെ, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3ാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? R വൈശാലി. അപ്പൊ R വൈശാലി എന്ന് പറയുന്നത് R പ്രജ്ഞാനന്ദയുടെ സഹോദരി കൂടിയാണ് കേട്ടോ. R പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് R വൈശാലി. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3ാമത്തെ ഇന്ത്യൻ വനിതയായിട്ട് മാറിയിട്ടുള്ളത് R വൈശാലി. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അതേപോലെ തന്നെ R വൈശാലിക്ക് നമ്മുടെ അർജുന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അർജുന അവാർഡ് 2023 കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി R വൈശാലി ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ചെസ് ആണ്. അപ്പൊ എങ്ങനെ ഓർക്കുക? R വൈശാലി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബുദ്ധിശാലി എന്നൊക്കെ പറയുന്ന പോലെ തോന്നില്ലേ? അല്ലെ, തന്ത്രശാലി, ബുദ്ധിശാലി എന്നൊക്കെ പറയുന്ന പോലെ വൈശാലി ഓർക്കുക. ഓക്കെ, അപ്പൊ ബുദ്ധിശാലികൾ കളിക്കുന്ന കളിയാണല്ലോ ചെസ്. അപ്പൊ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. R വൈശാലിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ചെസ് ആണ് ഇവന്റ്. ഇനി അടുത്ത പോയിന്റ്, മലയാളി ശാസ്ത്രജ്ഞയായിട്ടുള്ള VR ലളിതാംബികയ്ക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഷെവലിയർ ലീജിയണൽ ദി ഓണർ പുരസ്കാരം ലഭിച്ചു. അപ്പൊ ഷെവലിയർ ലീജിയണൽ ദി ഓണർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? മലയാളി ശാസ്ത്രജ്ഞയായിട്ടുള്ള VR ലളിതാംബികയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഓർക്കാം, ലളിതമായിട്ടൊക്കെ ഷേവ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ഷെവലിയർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ലളിതമായിട്ട് ഷേവ് ചെയ്തു എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ 2023 വർഷത്തെ ലതാ മങ്കേഷ്കർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാ? അത് കിട്ടിയിട്ടുള്ളത് സുരേഷ് വാഡ്കർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ 2023 വർഷത്തെ ലതാ മങ്കേഷ്കർ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഒരു വാഡ്കർ കേട്ടോ, മങ്കേഷ്കർ വാഡ്കർ എന്നൊക്കെ ഓർത്ത് വെക്കുക. സുരേഷ് വാഡ്കറിനാണ് കിട്ടിയിട്ടുള്ളത്. 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലാണ് കേട്ടോ. ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയിട്ടുള്ള ജില്ല മലപ്പുറം. 2ാം സ്ഥാനം അറിയാവോ? 2ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് പാലക്കാട് ജില്ലയ്ക്കാണ്. 3ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് കണ്ണൂരിനാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, ടൈം മാഗസിന്റെ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ 2023 പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ലയണൽ മെസ്സിക്കാണ്. ടൈം മാഗസിന്റെ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ്? 2023 പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ലയണൽ മെസ്സിക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം ജിമ്മി ജോർജ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് M ശ്രീശങ്കറിനാണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ R വൈശാലി ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ് ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഷെവലിയർ ലീജിയണൽ ദി ഓണർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ലളിതാംബികയ്ക്കാണെന്നുള്ളത് പറഞ്ഞു. ലതാ മങ്കേഷ്കർ, സുരേഷ് വാഡ്കർ. പിന്നെ 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയിട്ടുള്ള ജില്ല മലപ്പുറം. പിന്നെ ടൈം മാഗസിന്റെ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ 2023 പുരസ്കാരം നേടിയിട്ടുള്ളത് ലയണൽ മെസ്സിയാണ്. അടുത്ത് നോക്കാം,
നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായിട്ട് 3-ാം തവണയും നേടിയിട്ടുള്ളത് കൊൽക്കത്തയാണ് കേട്ടോ. അപ്പൊ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യൻ നഗരം എന്ന ബഹുമതി കിട്ടിയിട്ടുള്ളത് 3-ാം തവണയും കിട്ടിയിട്ടുള്ളത് കൊൽക്കത്തയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവിടെ വളരെ സുരക്ഷിതമാണ്, അവരുടെ കയ്യിൽ കോലും കട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. കൊൽക്കത്തയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം 2023 നേടിയിട്ടുള്ളത് ആരാണ്? വിക്ടർ ഒസിംഹൻ ആണ്. ഓക്കെ, പുരുഷ താരമാണ് വിക്ടർ ഒസിംഹൻ. പിന്നെ അസിസാറ്റ് ഒഷേലയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. വനിതാ താരം അസിസാറ്റ് ഒഷേലയ്ക്കും കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇനി ലോക അത്ലറ്റിക് കൗൺസിൽ 2023 മികച്ച അത്ലറ്റുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നോഹ ലൈൽസിനെയും, പുരുഷ താരം നോഹ ലൈൽസിൻ, പിന്നെ ഫെയ്ത്ത് കിപ്യാഗോ വനിതാ താരമാണ് ഫെയ്ത്ത് കിപ്യാഗോ. അപ്പൊ ഫെയ്ത്ത് കിപ്യാഗോ എന്ന് പറയുമ്പോൾ നമുക്ക് ഫെയ്ത്ത് എന്ന് ഓർക്കാം അല്ലെ, നല്ല ഫെയ്ത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ലോക അത്ലറ്റിക് കൗൺസിൽ 2023 മികച്ച അത്ലറ്റായി മാറി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം, നല്ല ഫെയ്ത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ ഫെയ്ത്ത് കിപ്യാഗോ. പിന്നെ നോഹ ലൈൽസിൻ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. നോഹ ലൈൽസിൻ. 2023 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് തിരുവനന്തപുരമാണ്. 2023 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് ഏതാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. അറിഞ്ഞു വെച്ചേക്ക. 2023 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് തിരുവനന്തപുരം. സർക്കാർ സ്കൂളുകളിൽ ഇന്റർനെറ്റ് ലഭ്യതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. സംസ്ഥാന സ്കൂളുകളിൽ ഇന്റർനെറ്റ് ലഭ്യതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കേരളമാണ് കേട്ടോ. ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. അപ്പൊ ലോക അത്ലറ്റിക് കൗൺസിൽ 2023 മികച്ച അത്ലറ്റുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആരൊക്കെയാണ്? ഒന്ന് ഫെയ്ത്ത കിപ്യാഗോ, പിന്നെ നോഹ ലൈൽസിൻ. അടുത്ത പോയിന്റ് നോക്കാം. സിംഗപ്പൂരിന്റെ പരമോന്നത കലാ പുരസ്കാരമായിട്ടുള്ള കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ഇന്ത്യൻ വംശജയായിട്ടുള്ള മീര ചന്ദിന് ലഭിച്ചു. ഓക്കെ, ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സിംഗപ്പൂരിന്റെ പരമോന്നത കലാ പുരസ്കാരമായിട്ടുള്ള കൾച്ചറൽ മെഡലിയൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? മീര ചന്ദിനാണ് കിട്ടിയിട്ടുള്ളത്. ഫിഫ അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ജർമ്മനിയാണ്. ഓക്കെ, പഠിക്കുക. ഫിഫ അണ്ടർ-17 കേട്ടോ. ഫിഫ അണ്ടർ-17 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ള ആർക്കാണ്? വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ള ആർക്കാണ്? ജർമ്മനിക്കാണ് കിട്ടിയിട്ടുള്ളത്. വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ളത് ഫിഫ അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ളത് ജർമ്മനിക്കാണ്. ടൈം മാഗസിന്റെ 2023 വർഷത്തെ വ്യക്തിയായിട്ടുള്ള, അതായത് പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ടൈലർ സ്വിഫ്റ്റിനെയാണ് കേട്ടോ. ഇപ്പൊ ടൈം മാഗസിന്റെ 2023 വർഷത്തെ വ്യക്തിയായിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആരെയാണ്? ടൈലർ സ്വിഫ്റ്റിനെയാണ്. ഇപ്പൊ ജസ്റ്റ് ഓർക്കുക, നല്ല പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടൈലറിന്റെ അടുത്തൊക്കെ പോകണം അല്ലെ, നന്നായിട്ട് ഡ്രസ്സൊക്കെ ടൈലർ തയ്ച്ചു തരുമ്പോഴേക്കും നമുക്ക് നല്ല പേഴ്സണാലിറ്റി ഒക്കെ തോന്നാൻ ഓർക്കാം കേട്ടോ. അപ്പൊ പേഴ്സണാലിറ്റി അല്ല, പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ടൈലർ സ്വിഫ്റ്റിനാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ചുള്ള ലോകത്തിലെ കരുത്തുള്ള വനിതകളുടെ പട്ടികയിൽ നിർമ്മല സീതാരാമൻ 32-ാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത് കേട്ടോ. പറഞ്ഞു വെച്ചേക്ക്. നിർമ്മല സീതാരാമൻ 32-ാം സ്ഥാനത്ത് വന്നിട്ടുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്ക്. പിന്നെ ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ചുള്ള ലോകത്തിലെ കരുത്തുള്ള വനിതകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയിൻലർ ആണ് കേട്ടോ. ഓക്കെ, ലോകത്തെ കരുത്തുള്ള വനിതകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഉർസുലയാണ്. നല്ല ഊർജ്ജസ്വലതയുള്ള ഒരാളാണെന്നൊക്കെ ഓർത്തു വെക്കുക. അതുകൊണ്ട് തന്നെ നല്ല കരുത്തുള്ള ഒരാളാണ്, നല്ല ഊർജ്ജസ്വലതയുള്ള ഒരാളാണെന്നൊക്കെ ഓർക്കുക. ഉർസുല കേട്ടോ. ഉർസുല വോണ്ടെയിൻലർ കേട്ടോ. അടുത്ത പോയിന്റ്, യൂണിസെഫിന്റെ 2023 യൂത്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി എസ് ഉമയാണ് കേട്ടോ. ആരാണ്? ഉമയാണ്. യൂണിസെഫ് ഉമ അല്ല, യു വെച്ചിട്ട് തന്നെ. യൂണിസെഫിന്റെ 2023 യൂത്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് 8-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനി എസ് ഉമയാണ്. അടുത്ത പോയിന്റ് നോക്കാം. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ്? സാന്ദ്ര ഡേ ഓക്കോണർ ആണ് കേട്ടോ. ജസ്റ്റ് ഓർക്കുക, സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ്, ഒരു കോർണറിലൊക്കെ ഇരുന്നു എന്നൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. സാന്ദ്ര ഡേ ഓക്കോണർ. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാ പറഞ്ഞേ? ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിഫ അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയിട്ടുള്ള ജർമ്മനിയാണ്. പിന്നെ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം അല്ലെ, ടൈം മാഗസിന്റെ 2023 വർഷത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ടൈലർ സ്വിഫ്റ്റിനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള വനിതകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഉർസുല വോണ്ടെയിലർ ആണ്. നിർമ്മല സീതാരാമൻ 32-ാം സ്ഥാനത്താണ് എത്തിയിട്ടുള്ളത്. യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എസ് ഉമയാണ്. പിന്നെ US സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി സാന്ദ്ര ഡേ ഓക്കോണറാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഒതന്റിക് എന്ന പദം ഈ വർഷത്തെ വാക്കായിട്ട് US നിഘണ്ടു മറിയം വെബ്സ്റ്റർ തെരഞ്ഞെടുത്തു കേട്ടോ. ഒതന്റിക് ആണ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക.
ഏതിലാണ്? US നിഘണ്ടു മറിയം വെബ്സ്റ്ററിലാണത് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ലോക ബില്യാർഡ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്ക് കിരീടം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, പങ്കജ് അദ്വാനി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബില്യാർഡ്സ് ആണ് അല്ലെ? ബില്യാർഡ്സ് ആണ്. അപ്പൊ ലോക ബില്യാർഡ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്ക് കിരീടം കിട്ടി. അപ്പൊ ജസ്റ്റ് ഓർക്കുക, ഈ ബില്യാർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബോളും ഒരു വടിയൊക്കെ വെച്ചിട്ടൊക്കെ കളിക്കുന്ന ഒരു കളിയാണ്. അപ്പൊ അതിന് വലിയൊരു അധ്വാനമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ വെറുതെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്ക് കിരീടം നേടി. 2023 ICC ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയ ആണ്. 2023 ICC ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഓസ്ട്രേലിയ ആണ്. ഓക്കെ, തോപ്പിച്ചിട്ടുള്ളത് ഇന്ത്യനായിരുന്നു അല്ലെ. ഓസ്ട്രേലിയയുടെ 6ാം ലോകകപ്പ് കിരീടമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഫൈനലിലെ താരം ട്രാവിസ് ഹെഡ് ആണ്. നല്ല ഹെഡ് ഉള്ള ഒരാളാണെന്നൊക്കെ ഓർക്കുക കേട്ടോ. ട്രാവിസ് ഹെഡ് ആണ് ഫൈനലിലെ താരം. ആരാണ്? ട്രാവിസ് ഹെഡ് ആണ് ഓസ്ട്രേലിയൻ താരം. ടൂർണമെന്റിലെ താരം വിരാട് കോഹ്ലിയാണ് കേട്ടോ. ടൂർണമെന്റിലെ താരം വിരാട് കോഹ്ലിയാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ 2023 ICC ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയ ആണ്. ഇന്ത്യനെയാണ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓസ്ട്രേലിയയുടെ 6ാം ലോകകപ്പ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 6ാം ലോകകപ്പാണ്. ഫൈനലിലെ താരം ട്രാവിസ് ഹെഡ് ആണ് ഓസ്ട്രേലിയൻ താരം. ടൂർണമെന്റിലെ താരം ചോദിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏകതാ കപൂറിനും ഹാസ്യ അവതാരകൻ വീർദാസിനും എമ്മി പുരസ്കാരം ലഭിച്ചു. അപ്പൊ എമ്മി പുരസ്കാരം ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? എ വെച്ചിട്ട് തന്നെ ഏകതാ കപൂർ അല്ലെ. ഏകതാ കപൂറിന് കിട്ടി. പിന്നെ ഹാസ്യ അവതാരകൻ ആരാണ്? വീർദാസിനും കിട്ടി കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എമ്മി എ വെച്ചിട്ട് തന്നെ ഏകതാ കപൂറിനും പിന്നെ ആർക്ക് കിട്ടിയിട്ടുള്ള? വീർദാസിനും എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു? ഒതന്റിക് എന്ന പദമാണ് US നിഘണ്ടു മറിയം വെബ്സ്റ്റർ ഈ വർഷത്തെ വാക്കായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ലോക ബില്യാർഡ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനിക്കാണ് കിരീടം കിട്ടിയിട്ടുള്ളത്. പങ്കജ് അദ്വാനി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്യാർഡ്സ് അല്ലെ. പിന്നെ 2023 ICC ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് നേടിയിട്ടുള്ള രാജ്യം ഓസ്ട്രേലിയ ആണ്. ആരെ തോപ്പിച്ചിട്ടുള്ള? ഇന്ത്യനാണ് തോപ്പിച്ചിട്ടുള്ളത്. ഫൈനലിലെ താരം ട്രാവിസ് ഹെഡ് ആണ്. ടൂർണമെന്റിലെ താരം വിരാട് കോഹ്ലിയാണ്. പിന്നെ ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏകതാ കപൂർ, ഹാസ്യ അവതാരകൻ വീർദാസിനും എമ്മി പുരസ്കാരം കിട്ടി എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി അടുത്ത് നോക്കാലോ. 28ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ള പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസിയാണ് കേട്ടോ. ആരാണ്? ക്രിസ്റ്റോഫ് സനൂസി. അപ്പൊ ക്രിസ്റ്റോഫ് സനൂസിക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? 28ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ള പോളിഷ് സംവിധായകനാണ് ക്രിസ്റ്റോഫ് സനൂസി കേട്ടോ. ക്രിസ്റ്റോഫ് സനൂസി. ലൈഫ് ടൈം മുഴുവനും സന്യാസിയായിട്ടൊക്കെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ സന്യാസി സനൂസി. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത് ക്രിസ്റ്റോഫ് സനൂസിക്ക്. എന്തിനാ കിട്ടിയിട്ടുള്ള? 28ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലാണ് കേട്ടോ. കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ IFFK ആണ് കേട്ടോ. 28ാമത്തെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ. 2023 JCB സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പെരുമാൾ മുരുകനാണ് കിട്ടിയിട്ടുള്ളത്. 2023 JCB പുരസ്കാരം കിട്ടിയിട്ടുള്ള ആർക്കാണ്? പെരുമാൾ മുരുകൻ. ജസ്റ്റ് ഓർക്കുക, JCB ഒക്കെ വെച്ചിട്ട് നമ്മുടെ വാഹനം JCB കേട്ടോ. വാഹനം JCB ഒക്കെ വെച്ചിട്ട് മാളൊക്കെ തകർത്തുന്നോ അല്ലെങ്കിൽ മാളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് JCB ഒക്കെ വെച്ചിട്ട് അവിടെ എല്ലാം റെഡിയാക്കിന്നോ എന്നൊക്കെ ഓർക്കുക. പെരുമാൾ മുരുകൻ കേട്ടോ. പെരുമാൾ മുരുകൻ. തമിഴ് പുസ്തകമായിട്ടുള്ള ആലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായിട്ടുള്ള ഫയർ ബേർഡിനാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഫയർ ബേർഡിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയ എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. 2023 വർഷത്തെ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള പ്രൊഫറ്റ് സോങ് എന്ന നോവൽ രചിച്ചിട്ടുള്ളത് പോൾ ലിഞ്ച് ആണ്. ഐറിഷ് എഴുത്തുകാരനായിട്ടുള്ള പോൾ ലിഞ്ച് ആണ് കേട്ടോ. 2023 വർഷത്തെ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള പ്രൊഫറ്റ് സോങ്. അപ്പൊ ഇപ്രാവശ്യം ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത് പ്രൊഫറ്റ് സോങ്ങിനാണ്. ഈ ഒരു നോവൽ രചിച്ചിട്ടുള്ള ആരാ? പോൾ ലിഞ്ച് ആണ്. ജസ്റ്റ് ഓർക്കുക, ഈ ലഞ്ചൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ സോങ് ഒക്കെ കേട്ടിട്ടാണ് ലഞ്ച് കഴിച്ചത്, അല്ലെങ്കിൽ ഒരു പുസ്തകമൊക്കെ വായിച്ചെന്നൊക്കെ ഓർക്കുക. അപ്പൊ ബുക്കുമായിട്ട് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. 2023 വർഷത്തെ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത് പ്രൊഫറ്റ് സോങ്ങിനാണ് എന്ന നോവലാണ്. അതുപോലെ തന്നെ പോൾ ലിഞ്ചിന്റെ ആണെന്നുള്ള കാര്യം ഓർക്കുക. പോൾ ലിഞ്ച് ഐറിഷ് എഴുത്തുകാരനാണെന്നും കൂടെ അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത പോയിന്റ് നോക്കാം. വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം ആസ്പദമാക്കി നെല്ല് എന്ന നോവൽ എഴുതിയിട്ടുള്ളത് ആരാണ്? P. വത്സല. അപ്പൊ നമുക്കറിയാം ഈ അടുത്ത് തന്നെ P. വത്സലയുടെ വിയോഗം ഉണ്ടായിരുന്നു. തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് P. വത്സലയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. നമുക്കറിയാം എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട് P. വത്സലയ്ക്ക്. അപ്പൊ P. വത്സലനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടെ പോയിന്റ്സുകൾ ഒന്ന് കളക്ട് ചെയ്തിട്ട് എല്ലാവരും പഠിക്കുക കേട്ടോ. നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. P. വത്സലയെ കുറിച്ചുള്ള ക്ലാസ് ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും കൂടെ അറിഞ്ഞു വെച്ചേക്കാം. അപ്പൊ എന്തൊക്കെയാ നമ്മളിവിടെ പറഞ്ഞത്?
ഇവിടെ പറഞ്ഞത് IFFK പുരസ്കാരം, അതിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത് ക്രിസ്റ്റോഫ് സനൂസിക്കാണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെന്താ പറഞ്ഞത്, അപ്പൊ സന്യാസി നമ്മുടെ ലൈഫ് ടൈമിൽ സന്യാസിയായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് ഓർക്കുക. പിന്നെ JCB സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പെരുമാൾ മുരുകനാണെന്ന് പറഞ്ഞു. ഫയർ ബേർഡിനാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. 2023 വർഷത്തെ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള പ്രൊഫറ്റ് സോങ് പോൾ ലിഞ്ചിന്റെ ആണെന്ന് പറഞ്ഞു അല്ലെ. പോൾ ലിഞ്ച് ഐറിഷ് എഴുത്തുകാരനാണ്. വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള ഒരു നോവലാണ് നെല്ലെന്ന് പറയുന്നത്. അത് എഴുതിയിട്ടുള്ളത് P. വത്സലയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഡിസംബർ മാസത്തിലത്തെ PSC ബുള്ളറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളാണ് ഇപ്പൊ പഠിച്ചത് കേട്ടോ. എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ലാസ്സിന് ശേഷം ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇതേപോലെ PSC ബുള്ളറ്റിനിലെ പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് വേണോ, അല്ലെങ്കിൽ PSC ബുള്ളറ്റിൻ കാണിച്ചിട്ട് തന്നെ വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താ പറയാ വായിക്കാൻ എളുപ്പം എന്നുള്ള രീതിയിലാണ് ഇതേപോലെ പോയിന്റ്സുകൾ സോർട്ട് ചെയ്ത് തന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ അതിനു മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.